ഈ സമരത്തിന് എത്ര മുന്നോട്ട് പോകാൻ കഴിയും? ഇന്നിപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചതിലുണ്ട്, മോദി പ്രഖ്യാപിച്ചതിലുണ്ട്, അതിൻ്റെ ഒരു ബോട്ടം ലെയറിലുള്ള ആൾക്കാരെ മാത്രമേ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാനെ ഒന്ന് നോക്കണ്ട, നിങ്ങളെന്ന് മോദി പ്രഖ്യാപിച്ചതിലുണ്ട്. ഒരു കർഷക സമരത്തിൻ്റെ കാര്യം നമുക്കറിയാം, പഞ്ചാബിൽ നിന്നുള്ള അത്രയും ഓർഗനൈസ്ഡായിട്ട് അത് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സമരമാണ്. ഇതങ്ങനെ പോവോ? ഒരു പ്രക്ഷോഭം, ഒരു സമരം, ആ സമരം എന്നുള്ളത് ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇവിടെ കർഷക സമരം വേണമെങ്കിൽ ബി.ജെ.പിയുടെ കർഷക സമര വിരുദ്ധ നിലപാടുകളെടുത്ത നേതാക്കൾക്ക് പറയാം സമരം അവസാനിച്ചില്ലേ എന്ന്. യഥാർത്ഥത്തിൽ ആ പ്രക്ഷോഭം അവസാനിച്ചോ? ഇല്ല. ആ സമരം ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സുകളിൽ ഇപ്പോഴും ആ സമരം ഇപ്പോഴും ജീവിച്ചിരിക്കുക തന്നെയാണ്. നമ്മളിപ്പോ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം, യുവജനങ്ങളുടെ പ്രക്ഷോഭം ഇത്തരത്തിൽ നടക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂലിപ്പടയാളികളെന്ന് പറയുന്ന ഇംഗ്ലീഷിൽ മെർസിനറീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂലി കൊടുത്ത് അത്തരത്തിൽ പോയി ഈ ഗുണ്ടാപ്പടയ്ക്ക് നമ്മൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി അല്ല എന്ന് സ്വയം വിവക്ഷിക്കുകയും ഒരു രാഷ്ട്രീയ കക്ഷിയിലെ അത്തരത്തിലുള്ള വക്താവിന് പറയാൻ കഴിയാത്തതിനേക്കാൾ മോശപ്പെട്ട നിലയിലുള്ള പദപ്രയോഗങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാനുള്ള അപാരമായ ധൈര്യമുള്ള പല ചങ്ങാതിമാരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആരുടെയും പേരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, സത്യം മാത്രമാണ്, നത്തിങ് എൽസ് ബട്ട് ഫാക്ട്. അപ്പൊ അതിനെ വല്ലാതെ വേദനിച്ചിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ സമരം എന്നുള്ളത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. രാജ്യത്തെ രക്ഷിക്കാൻ ശബ്ദമൊന്നും ഉയർത്തണ്ട, ശബ്ദം ഉയർത്തിയൊന്നും ജയിക്കില്ല. അങ്ങനെ സത്യത്തിന് മുമ്പിൽ ശബ്ദം ഉയർത്തിയത് കൊണ്ട് ആ സത്യത്തെ അടിച്ചമർത്താൻ കഴിയുമെന്നൊന്നും ധരിക്കണ്ട. രാത്രി കൊണ്ട് തോന്നും. നിങ്ങൾ ചില ആളുകൾ പറയുന്നത് മഹാത്മാഗാന്ധിയെ ചെറുതായി ഇവിടെ വെടിവെച്ചപ്പോ, മഹാത്മാഗാന്ധിയെ ചെറുതായി വെടിവെച്ചപ്പോ മരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ അന്നേ ദിവസം രാവിലെ ഗാന്ധിജി വരാതിരുന്നെങ്കിൽ ഗാന്ധിജി രക്തസാക്ഷിയാവില്ല എന്നല്ലോ എന്നുള്ള നിലയിലേക്കുള്ള ഞാനെ വെച്ചുകൊടുത്തതായ ഒരു തൊപ്പിക്ക് അദ്ദേഹം തല കാണിച്ചു തന്നാൽ എനിക്ക് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഏതോ സ്കൂളിൽ പഠിപ്പിച്ചതായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ പള്ളിക്കൂടത്തിലല്ല പഠിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും മതിയായ സമയം കിട്ടിയിട്ടില്ല എന്നെനിക്കറിയാം. സോറി, ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു CS.